ഇതാണ് കൂട്ടുപാതയിലെ ഡ്രഡ്ജിംഗ് ഗ്രൗണ്ട്. ഇവിടെ ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന് 10-20 വർഷത്തെ പഴക്കമല്ല ഉള്ളത്. 100-ലേറെ വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ ഈ മല പോലെ കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിന്. സംസ്കരിക്കാനോ തരംതിരിക്കാനോ ഒരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് 100 വർഷമായി ഈ മാലിന്യം ഇവിടെ തന്നെ കെട്ടിക്കിടന്നിരുന്നത്. എന്നാൽ ഇനി പാലക്കാട്ടുകാർക്ക് ഒരു തലവേദനയായി ഈ മാലിന്യം ഇവിടെ ഉണ്ടാവില്ല. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ 16 കോടി രൂപ ചെലവിട്ട് ബയോ മൈനിങ്ങിലൂടെ ഇവിടെ നിന്ന് ഈ മാലിന്യം നീക്കം ചെയ്യുകയാണ് പാലക്കാട് നഗരസഭ. ബയോ റെമഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് കൂടിക്കിടന്നിരുന്ന മാലിന്യമാണ്. ആ മാലിന്യം പൂർണ്ണമായും തരംതിരിച്ച് അതിനെ 3 പ്രൊഡക്റ്റാക്കി മാറ്റുകയാണ്. -45, -15 മോളിക്യൂൾസ്. അതുപോലെ തന്നെ അതിനകത്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകൾ റീയൂസ് ചെയ്യും. പക്ഷേ ഇത് 10 കിട്ടുന്നതുകൊണ്ട് സാധനം റീയൂസ് ചെയ്യാൻ കഴിയുന്നൊന്നും അതിനകത്ത് കിട്ടാൻ സാധ്യതയില്ല. ഗുഡ്സ് ഓയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. -15 mm ഉള്ള ഗുഡ്സ് ഓയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ചിക്കാണ് ആ പ്ലാസ്റ്റിക് തരംതിരിച്ച് മാറ്റി സിമെൻറ്റ് ഫാക്ടറികൾക്ക് റിവേഴ്സ്ഡ് റിഫ്യൂസ് ഡെറൈവ്ഡ് ഫ്യൂലായിട്ട് നമ്മൾ സിമെൻറ്റ് ഫാക്ടറിക്ക് നൽകുന്ന പ്രക്രിയയാണ് ഈ പ്രക്രിയ. പാലക്കാട് നഗരസഭയുടെ ഏറെക്കാലത്തെ പ്രതിസന്ധി എന്നോട് ഒഴിയുന്നത് ഒരുപക്ഷെ പാലക്കാട് നഗര ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നാൾ വഴിയാണെന്ന് തന്നെ പറയാൻ കഴിയും. വർഷങ്ങളായി കെട്ടിക്കിടന്നിരുന്ന ഈ മാലിന്യം എന്നെങ്കിലും മറ്റൊരു ബ്രഹ്മപുരമാവുമെന്ന ആശങ്കയിലായിരുന്നു പാലക്കാട്ടുകാർ. എന്നാൽ ഈ വരുന്ന മെയ് 31-നകം ഈ മാലിന്യം മുഴുവൻ ബയോ മൈനിങ്ങിലൂടെ ഇവിടെ നിന്ന് നീക്കം ചെയ്യും. ഇനി പാലക്കാട്ടുകാർക്ക് ആശ്വസിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.